ഹലോ ഫ്രണ്ട്സ്, നിങ്ങൾ കുറച്ച് പേരെങ്കിലും കേട്ടിട്ടുണ്ടായിരിക്കും സെറാമിക് അല്ലെങ്കിൽ സെറാമിക് കോട്ടിംഗ് എന്നൊക്കെ. പുതിയ വണ്ടികളിൽ അതിൻ്റെ പെയിൻറ്റിൻ്റെ പ്രൊട്ടക്ഷൻ നിലനിർത്തുന്നതിന് വേണ്ടിയും വണ്ടിയുടെ ആ ഒരു പുതുമ നിലനിർത്തുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു കോട്ടിംഗ് ആണ് ഈ സെറാമിക് കോട്ടിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ സെറാമിക് കോട്ടിംഗ് ചെയ്യുന്നത് മൂലം വണ്ടിയിൽ വെള്ളത്തിൻ്റെ പാടുകൾ കാണത്തില്ല, അതുപോലെ വെള്ളം പിടിച്ചു നിൽക്കില്ല, അതുപോലെ പെയിൻറ്റ് ബോഡിയിൽ ചെറിയ ചെറിയ സ്ക്രാച്ചുകളൊന്നും വരത്തില്ല, അതുപോലെ തന്നെ കളർ മങ്ങത്തില്ല. ഇങ്ങനെ കുറച്ച് ബെനിഫിറ്റുകളുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് വണ്ടിയുടെ ഇൻറ്റീരിയർ മൊത്തം ക്ലീൻ ചെയ്യുകയാണ്. ഇൻറ്റീരിയർ ക്ലീൻ ചെയ്ത് വാക്വം പിടിച്ച് അതുപോലെ കറുപ്പിക്കേണ്ട വശങ്ങളൊക്കെ കറുപ്പിച്ച് അത് ഇൻറ്റീരിയർ മൊത്തം നീറ്റും ക്ലീനും ആക്കും. അടുത്തതായിട്ടുള്ള പ്രോസസ്സ് എന്ന് പറയുന്നത് വണ്ടിയുടെ എക്സ്റ്റീരിയർ നല്ലപോലെ ക്ലീൻ ചെയ്തതിന് ശേഷം റബ്ബിംഗ് കോമ്പൗണ്ട് ഇട്ട് നല്ലപോലെ മിഷൻ പിടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനായിട്ട് 3Mൻ്റെ റബ്ബിംഗ് കോമ്പൗണ്ടാണ് ഇവർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ റബ്ബിംഗ് കോമ്പൗണ്ട് ഇട്ട് ആദ്യം വണ്ടി ഫുള്ളായിട്ട് എല്ലാ സൈഡും ഫുള്ളായിട്ട് റബ്ബ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിന് ശേഷമാണ് നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുന്നത്. റബ്ബിംഗ് കോമ്പൗണ്ടിൻ്റെ ആപ്ലിക്കേഷൻ കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ വണ്ടിയിൽ മൊത്തം തേച്ച് പിടിപ്പിച്ചു, നല്ല രീതിയിൽ മെഷീൻ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ അടുത്തായിട്ട് അപ്ലൈ ചെയ്യാൻ പോകുന്നത് മെഷീൻ പോളിഷ് എന്ന് പറഞ്ഞിട്ടൊരു മെറ്റീരിയലാണ്. അപ്പോൾ ഇതാണ് നമ്മൾ മെഷീൻ പോളിഷിങ്ങിനായിട്ട് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ. 3Mൻ്റെ തന്നെ മെറ്റീരിയലാണ്. അപ്പോൾ ഇത് യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ബോഡിയിലുള്ള ബഫിംഗ് പാടുകൾ, അതുപോലെ ചെറിയ ചെറിയ സ്ക്രാച്ചുകൾ അതൊക്കെ മാറി ബോഡിക്കൊരു ഷൈനിങ് കിട്ടാനായിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ റബ്ബിംഗ് പോളിഷ് ചെയ്തതുപോലെ തന്നെ ഈ മെഷീൻ പോളിഷും നമ്മൾ വണ്ടിയിൽ മുഴുവനായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ അപ്ലൈ ചെയ്ത് അതുപോലെ മൊത്തമായിട്ട് മെഷീൻ പിടിക്കണം. അപ്പോൾ അങ്ങനെ നമ്മൾ വണ്ടി മുഴുവനായിട്ടും മെഷീൻ പോളിഷ് ചെയ്തിട്ടുണ്ട്, അപ്ലൈ ചെയ്ത് മെഷീനൊക്കെ പിടിച്ചിട്ടുണ്ട്. പിന്നെ അടുത്തതായിട്ട് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ ഗ്ലേസ് എന്ന് പറയുന്നത്, സെൾ ഗ്ലേസ് എന്ന് പറയുന്ന ഒരു മെറ്റീരിയലാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് ഇതാണ് മെറ്റീരിയൽ. അപ്പോൾ ഈ ഗ്ലേസ് എന്ന് പറയുന്ന മെറ്റീരിയലാണ് ഈ സെറാമിക് എന്ന് പറയുന്ന ഒരു പോളിഷിങ്ങിൻ്റെ സെക്കൻഡ് ലാസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്.
അപ്പോൾ ഈ ഒരു മെറ്റീരിയലിലാണ് ലാസ്റ്റ് മെഷീൻ പിടിച്ച് നിർത്തുന്നത്. ഇനി ഇതിലേക്ക് സെറാമിക്കിൻ്റെ ഒരു മെറ്റീരിയൽ മാത്രമേ അപ്ലൈ ചെയ്യാനായിട്ട് ബാക്കിയുള്ളൂ. അപ്പോൾ ഈ ഒരു ഗ്ലേസ് എന്ന് പറയുന്ന ഒരു മെറ്റീരിയൽ തേച്ച് കഴിഞ്ഞപ്പോൾ തന്നെ വണ്ടിക്ക് ഇത്രയും നല്ല തിളക്കം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ ലാസ്റ്റ് മെറ്റീരിയൽ എന്നുള്ള രീതിയിൽ ആ സെറാമിക്കിൻ്റെ ആ ഒരു മെറ്റീരിയലൂടെ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ സെറാമിക് കോട്ടിങ്ങിൻ്റെ ഏകദേശം ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇത് സെറാമിക് എന്നുള്ള ആ മെറ്റീരിയൽ ഇപ്പോൾ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മൾ സെറാമിക്കിനായിട്ട് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ. 3Mൻ്റെ സെറാമിക് കോട്ടിംഗ് 3990 എന്ന് പറയുന്നൊരു മെറ്റീരിയലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്.